എൻ്റെ കർത്തവ്യം. 1977 ഫെബ്രുവരി 17 മത്സ്യത്തൊഴിലാളിയായ പീറ്റർ റീതാമ ദമ്പതികളുടെ 6ാമത്തെ മകനായി ജനനം. രാമന്തളി ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 15 വയസ്സ് മുതൽ തൊഴിലിനോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ യൂണിവേഴ്സിറ്റി 2ാം റാങ്കോടെ എംഫിൽ ബിരുദവും കരസ്ഥമാക്കി. 2006 ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡൽഹി ആർച്ച് ഡയോസിഷൻ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ ചേതനാലയിൽ പ്രോജക്റ്റ് ഇൻചാർജായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം. ഒരു വർഷത്തിന് ശേഷം 2007 ഡിസംബർ 6 ആരോഗ്യവകുപ്പിന് കീഴിൽ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായി കേരളത്തിലെ ദൗത്യത്തിന് തുടക്കം. തുടർന്ന് 11 വർഷക്കാലം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 2018 മുതൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലും സീനിയർ പബ്ലിക് റിലേഷൻ ഓഫീസറായി പ്രവർത്തിച്ചു വരുന്നു. ജില്ലയിൽ ആരോഗ്യവകുപ്പിന് കീഴിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്കായി പയ്യന്നൂർ മുത്തത്തിയിൽ ആരംഭിച്ച പകൽവീട് ഡേ കെയർ സെന്ററിന് ചുമതല വഹിക്കുകയും 1 വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച പകൽവീടിനുള്ള അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. ഔദ്യോഗിക രംഗത്തെ മികവാർന്ന പ്രവർത്തനങ്ങൾ 2 പതിറ്റാണ്ടുകളായി സാന്ത്വന പരിചരണ സന്നദ്ധ സമൂഹ പ്രവർത്തനങ്ങൾ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുകളും നടത്തിവരുന്നു. തെരുവുകളിൽ, വീടുകളിൽ ഒറ്റയ്ക്കായിപ്പോയ 100-ലേറെ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനുഷ്യസ്നേഹിയായ ഉസ്താദ് അബ്ദുൾ റഷീദ് സഖാഫിയുടെ സഹകരണത്തോടെ പഴയങ്ങാടി പൊടിത്തടം ഗാർഡിയൻ ഏഞ്ചൽ കെയർ ഹോമിൻ്റെ ആവിർഭാവത്തിനും നിമിത്തമായി. ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 30-ലേറെ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. 2024 ഫെബ്രുവരി 9 മനസ്സിൻ്റെ താളം തെറ്റി തെരുവുകളിലും വീടുകളിലും സംരക്ഷണത്തിന് ആരുമില്ലാതെ ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യരുടെ പുനരധിവാസത്തിന് മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ആ മനുഷ്യരെ ചേർത്ത് നിർത്തിയിടത്താണ് സ്നേഹക്കൂടിൻ്റെ തുടക്കം. നിലവിൽ 20ഓളം കുടുംബാംഗങ്ങൾ സ്നേഹക്കൂടിൻ്റെ തണലോരം ചേർന്ന് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. ലഹരിക്കടിമപ്പെട്ടവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രവും സാന്ത്വന പരിചരണത്തിനാവശ്യമായ രോഗികൾക്കുള്ള സൗകര്യവും നിലവിൽ വീടിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പൊതു, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ ഇടപെടലുകളും എടുത്തു പറയാൻ